പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8.5 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി അതിൻ്റെ വിധി പ്രഖ്യാപിച്ചു. വിധിയുടെ പകർപ്പ് നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടു. 7 മുതൽ 10 വരെയുള്ള 4 പ്രതികൾ അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തെളിയിച്ചില്ല എന്നത് കാരണം അവരെ കുറ്റമുക്തരാക്കി കോടതി. അതിൽ 8-ാം പ്രതി കേരളത്തിലെ ഒരു പ്രമുഖ നടനും നിർമ്മാതാവുമൊക്കെ ആയിട്ടുള്ള സിനിമാ നടൻ ദിലീപായിരുന്നു. ആ ദിലീപിനെ ഉൾപ്പെടെ 4 പേരെയാണ് കുറ്റവിമുക്തനാക്കിയത്. ആ സെഷൻസ് കോടതിയുടെ വിധി, ഹണി എം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായാധിപ പ്രഖ്യാപിച്ച ആ വിധി കേരളത്തിൽ വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ദിലീപ് എന്ന് പറഞ്ഞ നടനെ കഴിഞ്ഞ 8.5 വർഷക്കാലമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നും ഈ വിധിയോടുകൂടി അയാൾ കുറ്റമുക്തനാക്കപ്പെട്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ അവർ നടത്തുന്നു. മറുഭാഗത്ത് തുല്യമായ ഒരു വിഭാഗം ഈ വിധി തീർത്തും അനീതിയാണെന്നും ദിലീപിന് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പ്രമുഖമായിട്ടുള്ള പങ്കുണ്ടെന്നും എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തെളിവുകളൊന്നും പരിഗണിക്കാതെ ദിലീപിനെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് എന്നും വിശ്വസിക്കുന്നു. രണ്ട് വാദങ്ങളും ശക്തമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിധിന്യായവുമായി ബന്ധപ്പെട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ആ വിധി ന്യായം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ആ വിധിന്യായം 12 വരികയുള്ളൂ. വരുമ്പോൾ മാത്രമേ അതിലെ എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, തെളിവ് മൂല്യമുള്ള തെളിവുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ തെളിവ് മൂല്യമുള്ള തെളിവുകൾ ഉണ്ടായിട്ട് അത് പരിഗണിക്കാതെ പോയോ എന്നൊക്കെയുള്ള അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് വിധിന്യായം വന്നാൽ മാത്രമേ കഴിയുള്ളൂ. അതിനു മുമ്പ് ആ വിധി പ്രഖ്യാപിച്ച ന്യായാധിപയെ പൊതുമണ്ഡലത്തിലിട്ട് കൊത്തിക്കീറുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊതുവിൽ ദിലീപ് ഈ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രാഥമിക പ്രതികരണം, ദിലീപ് അതെല്ലാം ചെയ്യാൻ കെൽപ്പുള്ള ഒരു സ്വാധീന ശക്തിയുള്ള പണമുള്ള ഒരു നടനാണ് എന്നത് തന്നെയാണ്. ദിലീപ് അത് ചെയ്തിട്ടില്ല എന്ന് തീർത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ കോടതിയിൽ മുമ്പിൽ വന്ന തെളിവുകൾ ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്തായാലും ആ വിധിന്യായം വരാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. വന്നു കഴിയുമ്പോൾ അതിൻ്റെ വിശകലനങ്ങളുമായി ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വരും. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി അവർ നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. അവർ വന്നിട്ട് ഒരു പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായ വിധി വന്നതിനെ തുടർന്ന് എല്ലാവരും അത് ആഘോഷിക്കുകയാണെന്നും ഈ ഇരയായ നടിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരും തയ്യാറായില്ല എന്നും, പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ളവർ, സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവരാരും ഈ നടിയെ സമാധാനിപ്പിക്കുന്ന ഒരു വാചകവും പറഞ്ഞ് രംഗത്ത് വന്നില്ല എന്നും, അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രവർത്തകർ, അതുപോലെ എന്തൊക്കെയോ സംഘടനകളുണ്ടല്ലോ അവരിൽ ആരും ഈ നടിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ രംഗത്ത് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ വൈകാരികമായി ഒരു പത്രസമ്മേളനം നടത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. സുഹൃത്തുക്കളെ, എനിക്ക് അവരോട് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നടിക്കെതിരായി ഒരു കേസിൽ ഒരു വിധി വന്നപ്പോൾ നടിയെ സിനിമാ രംഗത്തുള്ളവരാരും അവർക്ക് അനുകൂലമായി ഒരു വാക്ക് പറയാൻ വന്നില്ലെന്നും
സിനിമാ അവരാരും പരാജയപ്പെട്ടു പോയ ഇരയെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നില്ല എന്നും അത് വലിയ ഷോക്കായി പോയി അവർക്കും എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അതാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? ഇവിടെ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ ഉയർത്തേണ്ട ചോദ്യം, അവരുടെ ഭാഗത്തുള്ള ചില വീഴ്ചകളുണ്ട്, ആ വീഴ്ചകളിലേക്ക് ഞാൻ വരാം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഇരയ്ക്കൊപ്പം എല്ലാ കാലവും നിന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. ഇരയ്ക്ക് ഐക്യദാർഢ്യമാണ് ഞാനും പ്രഖ്യാപിക്കുന്നത്. ഇരയെ സിനിമാ രംഗത്തുള്ളവരാരും അവരോടൊരു നല്ല വാക്ക് പറയാനോ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചെന്നില്ല എന്നുള്ളത് തീർത്തും തെറ്റായിപ്പോയി എന്നുള്ള കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ഞാൻ വിയോജിക്കുന്നില്ല. ഞാൻ പൂർണ്ണമായി അവരെ യോജിക്കുകയും അവരോട് പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് ഭാഗ്യലക്ഷ്മിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഈ കേസിൽ ഇങ്ങനൊരു വിധി വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള പ്രതികരണങ്ങളുമായിട്ടാണോ ഭാഗ്യലക്ഷ്മി പോലുള്ളവർ പുറത്തു വരേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. ഭാഗ്യലക്ഷ്മി പോലുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? എന്തുകൊണ്ടാണ് ഇര ഇതിനകത്ത് പരാജയപ്പെട്ടത്? ഇര പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇര പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇരയ്ക്ക് വേണ്ടി കേസ് വാദിച്ച പ്രോസിക്യൂഷൻ, അതുപോലെ തന്നെ ഇരയുടെ അഭിഭാഷക, അവരെല്ലാം തന്നെ ഇരയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഇരയ്ക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നത്. അത് ഭാഗ്യലക്ഷ്മി കാണണ്ടേ? TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു CPM ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന ഒരു കേസ് 2012 ഉണ്ടായിട്ടുണ്ട്. അത് ഭാഗ്യലക്ഷ്മി ഒന്ന് ഓർക്കണം. അന്ന് ആ കേസിലെ പ്രോസിക്യൂഷനും TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയുടെ അഭിഭാഷകനും അതിശക്തമായി ആ കേസ് വാദിച്ചതിന് തുറന്നിട്ട് അല്ലേ ആ കേസിൽ പ്രതികൾക്കെല്ലാം ശിക്ഷ കിട്ടി. ഗൂഢാലോചന കേസിലുള്ളവർ ഉൾപ്പെടെ ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വന്നത്. അത് ഈ കേസിൽ ഉണ്ടാകാതിരുന്നത് കൊണ്ടല്ലേ ഇരയ്ക്ക് ഈ ഒരു ദയനീയ സ്ഥിതി ഉണ്ടായത്. അപ്പം ഇരയ്ക്ക് ഇതുപോലൊരു ദയനീയ സ്ഥിതി ഉണ്ടായപ്പോൾ ഇരയെ സിനിമാ രംഗത്തുള്ളവരാരും പിന്തുണച്ച് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാതെ ഇരയ്ക്ക് നീതി കിട്ടാതെ പോയത്, ഇരയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടിയവർ അവരുടെ പരാജയമാണ് എന്നുള്ള വിഷയമായിരുന്നില്ലേ ഭാഗ്യലക്ഷ്മി പൊതുമണ്ഡലത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത്? പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടില്ലേ? പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഒരു നല്ല അഭിഭാഷകൻ ഉണ്ടായിരുന്നോ? ഒരു ഇടത്തരം അഭിഭാഷകനെയല്ലേ ഈ സർക്കാർ പ്രോസിക്യൂഷനായി വെച്ചിരുന്നത്? അത് ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്തതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇനി ഇരയ്ക്കൊരു അഭിഭാഷകൻ ഉണ്ടായിരുന്നല്ലോ, TB മിനി. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിച്ചിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മി. അവർക്ക് ഈ കേസ് വാദിക്കാൻ തക്ക സാങ്കേതിക നിയമപരിജ്ഞാനം ഉണ്ടായിരുന്നോ? തൊട്ടപ്പുറത്ത് രാമൻപിള്ള മുതൽ സുപ്രീം കോടതിയിൽ മുകുൾ റോത്തഗിയെ പോലുള്ള ആളുകൾ വരെ പ്രതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇര ഏർപ്പാടാക്കേണ്ട അഭിഭാഷക TB മിനി ആയിരുന്നോ? അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇരയെ ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത, ചുമതല അതൊക്കെ ഭാഗ്യലക്ഷ്മിക്കില്ലായിരുന്നോ? അത് ഭാഗ്യലക്ഷ്മി നിർവഹിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇരയുടെ അഭിഭാഷക ഇതായിരുന്നില്ല വേണ്ടത്, ഇതിനേക്കാൾ നല്ലൊരു അഭിഭാഷകനോ അഭിഭാഷകയോ ഇരയ്ക്ക് വേണ്ടിയിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി ഒരു സ്ഥലത്തും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സോളാർ കേസിൽ പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ വന്നത് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലായിരുന്നു. അതുപോലെ എത്രയോ ഉന്നതരായിട്ടുള്ള അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അവരെ ആരെയെങ്കിലും ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നില്ലേ? അവരെ കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്വം ചുമതലയെടുത്ത് പ്രവർത്തിക്കുകയായിരുന്നില്ലേ ഭാഗ്യലക്ഷ്മി ചെയ്യേണ്ടിയിരുന്നത്? പ്രോസിക്യൂഷന് ന്യൂനതകൾ ഉണ്ടെന്നുള്ളത് ഭാഗ്യലക്ഷ്മി നേരത്തെ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലായിരുന്നോ? പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കുന്ന ഒരു ഇടത്തരം വക്കീൽ അജയകുമാർ, അയാൾ പ്രോസിക്യൂഷൻ വാദിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പം കണ്ടില്ലേ നമ്മൾ. അവിടെ ഒരിടത്തും ഭാഗ്യലക്ഷ്മിയുടെ ഇടപെടൽ ഉണ്ടായതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ കേസ് വാദിച്ചതിൻ്റെ അപര്യാപ്തതയെക്കുറിച്ചൊന്നും ഈ കഴിഞ്ഞ 8.5 വർഷക്കാലത്തിനിടയിൽ ഭാഗ്യലക്ഷ്മി എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചോ എന്ന് എനിക്കറിയില്ല. ഉന്നയിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല.
അതൊന്നും ചെയ്യാതിരുന്ന ഭാഗ്യലക്ഷ്മി പ്രോസിക്യൂഷൻ്റെയും അതിജീവിതയുടെ അഭിഭാഷകയും ദയനീയമായി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇര കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ ഇരയെ ആരും വിളിച്ച് സമാധാനിപ്പിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഒരു വൈകാരിക തലം ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമാണ് ഭാഗ്യലക്ഷ്മി ഉള്ളത്? എന്ത് കാര്യമാണ് അതിനകത്തുള്ളത്? അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഇങ്ങനെ മെലോഡ്രാമ ഉണ്ടാക്കാതെ, ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്നും അമ്മയിൽ നിന്നും ആരും അവരെ സമാധാനിപ്പിക്കാൻ എത്തിയില്ലെന്നും ഞങ്ങൾ 5-6 പേർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളെന്നും ഞങ്ങളിരുന്ന് കരയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായി ഒരു വികാരത്തിൻ്റെ തലം ഉണ്ടാക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ഈ കേസ് നോക്കുമ്പോൾ സിനിമാ രംഗത്ത് നിന്ന് കുറച്ച് പേര് വന്ന് ഈ ഇരയെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രശ്നം തീർന്നോ? അതാണോ പ്രധാനപ്പെട്ട പ്രശ്നം? അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടൊരു കാര്യവുമില്ല. പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇര പരാജയപ്പെട്ടു. ഇര എങ്ങനെ പരാജയപ്പെട്ടു? ഇര പരാജയപ്പെടാൻ കാരണം ആരാണ്? ഇര പരാജയപ്പെടാനുള്ള ഉത്തരവാദി ആരാണെന്ന് നോക്കുമ്പോൾ അത് പ്രോസിക്യൂഷനും പോലീസും അതിജീവിതരുടെ അഭിഭാഷകയും ഒക്കെ അല്ലേ, ഭരണകൂടമൊക്കെ അല്ലേ അതിൽ കുറ്റം ചെയ്തത്? അവർക്കെതിരായിട്ടായിരുന്നില്ലേ ഭാഗ്യലക്ഷ്മി വിരൽ ചൂണ്ടേണ്ടിയിരുന്നത്? ദിലീപിനെതിരെ വിരൽ ചൂണ്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദിലീപ് പ്രതിയാണ്. ദിലീപ് പ്രതിസ്ഥാനത്ത് രക്ഷപ്പെടാൻ ദിലീപ് നോക്കും. അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തുന്ന ഭരണകൂടത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭരണകൂടം നല്ലപോലെ കേസ് വാദിച്ചിരുന്നുവെങ്കിൽ ഈ കേസിൽ ഇര ജയിക്കുമായിരുന്നു. അപ്പോൾ ഭരണകൂടം ഈ കേസ് ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടാണ് ഇര പരാജയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഭരണകൂടത്തെ ആയിരുന്നില്ലേ ഭാഗ്യലക്ഷ്മി പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടിയിരുന്നത്? അതിനു പകരം ഭാഗ്യലക്ഷ്മി വന്നിട്ട് സിനിമാ നടന്മാരും നടിമാരും ഒന്നും അവരെ പിന്തുണച്ച് രംഗത്ത് വന്നില്ല എന്ന് പറയുന്നതിലൂടെ ഭാഗ്യലക്ഷ്മി ഭരണകൂടത്തെയല്ലേ രക്ഷപ്പെടുത്തുന്നത്? അത് ഭാഗ്യലക്ഷ്മി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്കിനി ഭാഗ്യലക്ഷ്മിയോട് ഉപദേശിക്കാനുള്ളത്, ഈ കേസിൻ്റെ തുടർ നടപടിയുമായി ഇര പോകുമ്പോൾ ഇരയ്ക്ക് നല്ലൊരു അഭിഭാഷകനെയോ അല്ലെ അഭിഭാഷകയോ ഏർപ്പാടാക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ മുൻകൈ എടുക്കണം. സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരം ക്രിമിനൽ കേസുകൾ വാദിക്കാൻ വേണ്ടി കഴിയുന്ന പ്രശസ്തരായിട്ടുള്ള ഒരു പിടി അഭിഭാഷകരുണ്ട്. അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ വിധിന്യായം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമബോധമുള്ള ആളുകളെ ഏർപ്പാടാക്കണം. അല്ലാതെ ടി പി മിനിയെ പോലുള്ള ആളുകളെ ഏർപ്പാടാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് അവരോട് അവരെൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. പക്ഷേ അവരുടെ ഒന്നും കയ്യിൽ ഇത് നിൽക്കില്ല. കാരണം എത്രയോ പ്രമാദമായ കേസ് ബാധിച്ച രാമൻപിള്ളയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അതിൻ്റെ പട്ടികകൾ നിങ്ങൾ കണ്ടില്ലേ? ലാവലിംഗ് കേസും ടി പി കേസും ഫ്രാങ്കോ മുളയ്ക്കൽ കേസ്, അങ്ങനെ എത്ര കേസുകൾ അങ്ങനെയുള്ളവർ അപ്പുറത്ത് നിൽക്കുമ്പം അതിനനുസരിച്ചുള്ള അഭിഭാഷകരെ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ നടത്തേണ്ടത്. അല്ലാതെ ഇതുപോലെ പൊതുമണ്ഡലത്തിൽ വന്ന് മെലോഡ്രാമ ഉണ്ടാക്കി കരഞ്ഞ് കണ്ണീരൊപ്പി ഈ സിനിമയിലൊക്കെ പോലുള്ളൊരു വികാര തീവ്രമായിട്ടുള്ള ഒരു തലം സൃഷ്ടിക്കാനല്ല നിങ്ങളെപ്പോലുള്ളവർ ശ്രമിക്കേണ്ടത്. ഒരുപാട് വീഴ്ചകൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ അംഗീകരിക്കണം. അംഗീകരിച്ചിട്ട് അടുത്ത ഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയാൽ മേൽക്കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും നീതി കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നീതി കിട്ടിയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ചെറിയ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. കർണാടകത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞ ഒരാളുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നത് ഭാഗ്യലക്ഷ്മി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കർണാടകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ ഏറ്റവും ഇളമുറക്കാരനാണ് പ്രജ്വൽ രേവണ്ണ. ഹസ്സനിലെ MP ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയായിരുന്നു. അയാളുടെ അച്ഛൻ്റെ പേര് രേവണ്ണ. ആ രേവണ്ണ എന്ന് പറയുന്ന അയാൾ 8-10 വർഷക്കാലം കർണാടകത്തിൽ മന്ത്രിയായിരുന്നു. അയാളുടെ ജ്യേഷ്ഠ സഹോദരൻ കുമാരസ്വാമി കർണാടകത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അവരുടെ എല്ലാം പിതാവായിട്ടുള്ള HD ദേവഗൌഡ 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു കുറേ നാൾ. അവർ കർണാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. അവർക്കൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ജനതാദൾ എസ്. അത് കർണാടകത്തിൽ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് ആ പാർട്ടി. ആ പാർട്ടിയിലെ ദേവഗൌഡയുടെ കൊച്ചുമകനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ ഏതാണ്ട് 2000 സ്ത്രീകളെ പീഡിപ്പിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ എടുത്തു വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം അത് പ്രചരിപ്പിക്കപ്പെട്ടു. അതിനെ തുടർന്ന് 3 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കർണാടകത്തിൽ സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇരിക്കുന്നത്, ആലോചിക്കണം. 3 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ കേസിൽ ഒരെണ്ണത്തിൻ്റെ വിചാരണ കഴിഞ്ഞു. ആ വിചാരണ കഴിഞ്ഞതിൽ എന്താ സംഭവിച്ചത്? പ്രജ്വൽ രേവണ്ണ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. കർണാടകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ ഇളമുറക്കാരൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. അവിടെ ഭാഗ്യലക്ഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ കേസിലെ
പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത് സ്റ്റെർലിംഗ് എവിഡൻസ് എന്ന് പറഞ്ഞൊരു വനിത ഈ പ്രജ്വൽ രേവണ്ണയുടെ ഫാം ഹൗസിലെ ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം ദിലീപാണ് പ്രജ്വൽ രേവണ്ണ. അധികാരത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന അഭിരമിക്കുന്ന കർണാടകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ ഇളമുറക്കാരൻ, അയാളായിരുന്നു പ്രതി. വാദിയാര അയാളുടെ ഫാം ഹൗസിലെ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ. പക്ഷെ ആ സ്ത്രീയുടെ ആ മൊഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെർലിംഗ് എവിഡൻസ് ആയിട്ട് വന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആ സ്ത്രീക്ക് സർക്കാർ എല്ലാ പിന്തുണയും കൊടുത്തു. സിദ്ധാരാമയ്യ സർക്കാർ എല്ലാ പിന്തുണയും കൊടുത്തു. കർണാടകത്തിലുള്ള ഏറ്റവും ഉജ്ജ്വലമായി കേസ് അന്വേഷിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടുവന്ന് ഈ കേസ് അന്വേഷിപ്പിച്ചു. അതിൻ്റെ മുഴുവൻ തെളിവുകളും കുത്തി മാന്തി പുറത്തേക്കിട്ടു. അതെങ്ങനെയാണ് ആ തെളിവ് ശേഖരിച്ചെന്നുള്ളതൊക്കെ സംഭവിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അത് വേറൊരു വീഡിയോ ചെയ്യാനുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് അന്വേഷിച്ചു, എല്ലാ തെളിവുകളും കൊണ്ടുവന്നു. കർണാടകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊണ്ട് വിചാരണ കോടതിയിൽ കേസ് വാദിപ്പിച്ചതിനെ തുടർന്ന് വിചാരണ കോടതി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കാരണം? ആ പാവപ്പെട്ട ശുചീകരണ തൊഴിലാളിക്ക് എല്ലാ സംരക്ഷണവും സുരക്ഷയും കൊടുത്തു. അവർക്ക് ധൈര്യം കൊടുത്തു. പോലീസിനെ കൊണ്ട് ഉജ്ജ്വലമായിട്ട് അന്വേഷിപ്പിച്ചു. പ്രോസിക്യൂട്ടറെ കൊണ്ട് ശക്തമായി കേസ് വാദിപ്പിച്ചു. അതിനെ തുടർന്ന് പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വിധിക്കെതിരെ പ്രജ്വൽ രേവണ്ണ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ പോയി. കർണാടക ഹൈക്കോടതിയും വിചാരണ കോടതിയുടെ ഈ ഉത്തരവ് സ്ഥിരപ്പെടുത്തി. ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി ജയിലിൽ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഈ അതിജീവിത. പരാജയമുണ്ടായത് ഭരണകൂടത്തിനാണ്, പരാജയമുണ്ടായത് പ്രോസിക്യൂഷനാണ്, പരാജയമുണ്ടായത് പോലീസിനാണ്, പരാജയമുണ്ടായത് അതിജീവിതയുടെ അഭിഭാഷകയ്ക്കാണ്. ഈ പാഠങ്ങളെല്ലാം അതിജീവിത പഠിക്കണം. ഈ പാഠങ്ങളെല്ലാം അതിജീവിതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ പൊതുമണ്ഡലത്തിൽ വന്ന് ഒരു വികാര തീവ്രമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ടാക്കി ഒരു പത്രസമ്മേളനം ഉണ്ടാക്കി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയല്ല എന്ന് ഭാഗ്യലക്ഷ്മി മനസ്സിലാക്കണം എന്ന് വിനയപുരസരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോഴും ദിലീപിൻ്റെ കാര്യത്തിൽ എനിക്ക് അപ്രിഹെൻഷൻ ഉണ്ട്. ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.